ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മപ്പാസാട്ടോ. ഞാനിവിടെ അതിനായിട്ട് 3-4 വെണ്ടയ്ക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2-3 തണ്ട് വേപ്പിൻ്റെ ഇലയും, ഒരു ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു സവോളയും 2 തക്കാളിയാട്ടോ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. നിങ്ങളിങ്ങനെയാണോ വെണ്ടയ്ക്ക മപ്പാസ് വെക്കുന്നതെന്നും നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വെക്കുന്നതിന് എന്താ പേര് പറയുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. അപ്പം നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാട്ടോ തീ വെച്ചിട്ടുള്ളത്. ഫുള്ളിലും അല്ല സിമ്മിലും അല്ല, ഒരു മീഡിയത്തിലാണ് തീ വെച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാം. ഇങ്ങനെ വെണ്ടയ്ക്ക മപ്പാസ് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് വെക്കാറ്. വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു പഠിച്ചതാണ് കേട്ടോ ഇങ്ങനെ വെണ്ടയ്ക്ക മപ്പാസ് വെക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് അമ്മയൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെയാണ് വെക്കാറ്. പക്ഷേ ഇവിടെ തേങ്ങാപ്പാലൊന്നും എടുക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തേങ്ങ അരച്ചൊഴിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ തേങ്ങ അരച്ചൊഴിച്ചാൽ കൂടുതൽ ഉണ്ടാക്കാറ്. നിങ്ങളെങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായ കൂട്ടുകാരെ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വഴണ്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു സവോള അരിഞ്ഞതും കൂടി ഇട്ട് നമ്മളൊന്നും കൂടി വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി ഞാനിവിടെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളകിനൊന്നും തീരെ എരിവില്ല കേട്ടോ. ഈ പ്രാവശ്യം വാങ്ങിയ മുളകിന് ചില സമയത്ത് മുളക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരെണ്ണം ഇട്ടാൽ തന്നെ നല്ല എരിവുണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം വാങ്ങി നല്ല മൂത്ത നോക്കി എടുത്തിട്ട് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ തീരെ കായില്ല, ഒരു എരിവില്ലാത്ത മുളകാട്ടോ. ഇപ്പോൾ ഒരു 3-4 പച്ചമുളകെങ്കിലും ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ളതാകണമെങ്കിൽ 1-2 ഇട്ടാൽ മതിയേ. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയാനുള്ള എനിക്ക് വേപ്പിൻ്റെ ഇല ഇടുന്നത് ഇഷ്ടമാണ്. നമ്മുടെ തൊടുവിൽ തന്നെ ഉണ്ടായി. നമ്മൾ ആദ്യമൊന്നും വേപ്പിൻ്റെ ഇല തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയായി വേപ്പിൻ്റെ ഇല ഉണ്ടായി വരുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് കിള്ളിക്കൊണ്ട് വന്ന 2 ഇലയും കൂടി അങ്ങനെ തന്നെ തണ്ടോടുകൂടി നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി നല്ല പോലെ ഇളക്കി സവോള ഇഞ്ചിയും പച്ചമുളകിൻ്റെ ഒക്കെ മണം ഒന്ന് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് വഴറ്റിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും വഴണ്ട് വരട്ടെ. നമ്മൾ മീൻ കറിയൊക്കെ വെക്കാൻ വേണ്ടി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റണം. എന്താ അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇങ്ങനെ വഴറ്റുമ്പോൾ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ അതിൻ്റെ സ്മെല്ല് വേറെ തന്നെയാണല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ വാടിക്കിട്ടിട്ടുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് സമയം തന്നെ മതി. കാരണം നമ്മളിടുന്ന ഇൻഗ്രീഡിയൻസിനൊന്നും വലിയ വേവില്ലാത്തതായതുകൊണ്ട് പെട്ടെന്ന് വെന്തും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിലും വെണ്ടയ്ക്ക മപ്പാസും ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറിനാൻ പറ്റും. ഞാനിന്ന് വെണ്ടയ്ക്ക മപ്പാസിൻ്റെ കൂടെ ബീൻസായിട്ട് ഉണ്ടാക്കിക്കണേ തോരനായിട്ട്. അപ്പം നമ്മുടെ വെണ്ടയ്ക്കയും സവോളയൊക്കെ നല്ല പോലെ വഴറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കണേ. നമ്മളിവിടെ മുളകും പൊടി ഇതിൽ ചേർത്ത് കൊടുക്കണില്ല, അതിന് പകരമാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 തക്കാളി ഉണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് പുളിക്കനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ വലിയ പുളിയൊന്നുമില്ല, അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ 2 തക്കാളിയും കൂടി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി ഒന്ന് വഴണ്ട് കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വെണ്ടയ്ക്കയും ഇഞ്ചിയും സവോളയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ ഇളക്കി അതിൻ്റെ മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് ഇളകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
തക്കാളി നല്ലപോലെ വഴറ്റി കൊടുത്താലേ ഉള്ളൂ അതിൻ്റെ പുളി നല്ലപോലെ ഇറങ്ങി കിട്ടുക. അല്ലാതെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പുളി കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലപോലെ വഴറ്റി എടുക്കണം. അപ്പോൾ ഒരുപാടങ്ങ് വഴറ്റണ്ട, നല്ലപോലെ ഒന്ന് വെന്ത് അതിൻ്റെ പുളിയുടെ ടേസ്റ്റൊക്കെ വെണ്ടയ്ക്കയിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അത്ര ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വലിയ വേവൊന്നുമില്ല കേട്ടോ, 2 തള തിളച്ചാൽ മതി. അപ്പോൾ വെണ്ടയ്ക്ക ഓൾറെഡി വഴണ്ട് കിഴിക്കുന്നതാണ്. അപ്പോൾ 2 തള തിളച്ചാൽ മതി. ഞാൻ മൂടി വെച്ച പാത്രമാവോ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുക. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ തിളച്ച് വരുമ്പോൾ ആകെ പോവും. അപ്പോൾ നമുക്ക് വേറൊരു മൂടി വെച്ചിട്ടുണ്ടേ. ചില സമയത്ത് അങ്ങനെയാണ്, ഒരു ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ മൂടി വെച്ച് കഴിയുമ്പോഴായിരിക്കും ഓർമ്മ. ഉപ്പേരിയൊക്കെ വെക്കുകയാണെങ്കിൽ കറക്റ്റ് പാകമായിരിക്കും ആ മൂടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ മൂടിയെടുത്ത് മൂടിയെടുത്തിട്ടുണ്ടേ. ഇനി നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് അരയ്ക്കാനുള്ള ഗ്രേവിക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. അപ്പം ഞാനൊരു കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളേ. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 തള തിളച്ചപ്പോഴത്തേക്ക് ഒന്നങ്ങ് സിമ്മിലിട്ടെ. ഇനി നമുക്ക് തേങ്ങ അരച്ച് പാരാനേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. അത്യാവശ്യം വഴറ്റിയെടുത്തതല്ലേ. അപ്പോൾ നമ്മൾ വലിയ വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം വെണ്ടയ്ക്കും തക്കാളിക്കൊന്നും വലിയ വേവില്ലല്ലോ. പിന്നെ നമ്മൾ നല്ലപോലെ വഴറ്റിയുണ്ട്, അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങയും കൂടി അരച്ച് പാരാട്ടോ. ഇനി നല്ലപോലെ തള വന്ന് കണ്ടോ, നമ്മുടെ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ തക്കാളി വെന്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങ അരച്ച് വെച്ചത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ നമ്മൾ തേങ്ങ അരയ്ക്കാൻ. അപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് നമ്മുടെ തേങ്ങ ഇതിലേക്ക് അരച്ച് കൊടുക്കുക. നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നെങ്കിൽ 2-ാം പാൽ ഒഴിച്ച്, വെള്ളത്തിന് വരെ 2-ാം പാൽ ഒഴിച്ച് തിളപ്പിച്ചിട്ട് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് വാങ്ങിയാൽ മതിയേ. അപ്പം നമ്മുടെ തേങ്ങയും കൂടി അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി തുള്ളി വെള്ളം ഒഴിച്ച് നമ്മൾ ജാറൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി നല്ല പോലെ ഇളക്കി കൊടുക്കാം. തീ ഒന്ന് സിമ്മിലാകാൻ ഓർത്തേക്കണേ. അപ്പം നമ്മുടെ തീ സിമ്മിലാട്ടോ. അപ്പം ഇനി വലിയ കാര്യമായിട്ട് തിളച്ച് പോകണ്ട. നമുക്കിതിനി ഇളക്കി അതിൻ്റെ ആവിയൊക്കെ ഇതായി വരുന്നത് വരെ ഇളക്കി എടുക്കണം. ഒരുപാടങ്ങ് വെട്ടിത്തിളച്ചാലേ നമ്മുടെ തേങ്ങയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കറിക്ക് ടേസ്റ്റ് നല്ല ആകെ ഒരു പിരിഞ്ഞ പോലെ ആയിരിക്കും. അപ്പം നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മൾ മോര് കറിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുത്ത് എടുക്കുക. ആവി കയറ്റി ഒന്നങ്ങ് ആ അരപ്പൊന്ന് വെന്ത് കിട്ടുന്നൊരു പാകത്തിന് ഇളക്കി കൊടുത്ത് എടുക്കാം കേട്ടോ. അരപ്പിലൊന്ന് ആവി കയറിയാലേ ഉള്ളൂ അരപ്പിൻ്റെ പച്ചച്ചുവ മാറി ആ കറിയിലേക്ക് ചേർന്ന് കിട്ടുള്ളൂ. അതിനാണ് നമ്മളിങ്ങനെ ഇളക്കി ആവി കയറ്റി എടുക്കുന്നത്. കണ്ടോ, നല്ല ആവി കയറി വരുന്നുണ്ടേ. ഇനി നമുക്ക് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇനിയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഉപ്പിന് വലിയ ഉപ്പില്ലാന്നേ, അതുകൊണ്ട് എത്ര ഇട്ടാലും ഉപ്പുണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ ഉപ്പിടുന്നത് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പിടാൻ നിൽക്കരുത് കേട്ടോ. അതൊക്കെ ഒരു കൈയളവിന് അങ്ങ് ഇടുക. ചില ഉപ്പിന് നല്ല ഉപ്പായിരിക്കും, അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. ചില ഉപ്പിനാണെങ്കിൽ തീരെ ഉപ്പുണ്ടാവില്ല, അപ്പോൾ എത്ര ഇട്ടാലും കറിക്ക് ഉപ്പ് വരില്ല. അങ്ങനെ നമ്മുടെ കറി ഇളക്കി ഏകദേശം നല്ല ആവിയൊക്കെ കയറി ചെറിയൊരു തളയൊക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ തളയൊക്കെ പൊട്ടി വന്ന ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്തത് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എല്ലാത്തിലേക്കും ഉപ്പ് പിടിക്കുന്നത് വരെ പയ്യെ എല്ലായിടും ഒന്ന് ഇളക്കി കൊടുക്കുക. അരപ്പ് ഒരുപാട് തിളച്ച് പോകരുതേ. അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് കറി ഇതാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.